ബിഗ് ബോസ് മലയാളം സീസൺ 7 അടുത്ത ടാസ്ക് അവതരിപ്പിക്കാൻ വന്നത് ഷാനവാസാണ്. ഷാനവാസ് ആദ്യം ന്യൂസ് വായിക്കുന്ന ആളായിട്ടാണ് വന്നത്. എന്നിട്ട് BB7 വാർത്തകൾ വായിക്കുന്നത് ഷാനവാസ് എന്ന് പറഞ്ഞ് തുടങ്ങി. എന്നിട്ട് ഇന്നലെ ഞങ്ങളുടെ BB ഹൗസിൽ ഒരു മാരത്തോൺ പ്രോഗ്രാം ഉണ്ടായിരുന്നു. വളരെ ഗംഭീരമായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്ത്. പിന്നെ മഴയും നോക്കിയിരിക്കുന്നൊരു മിന്നൽ മുരളി ഉണ്ടായിരുന്നു. മുരളി ആയി കഥാപാത്രം കൊടുത്തെങ്കിലും അക്ബറിൻ്റെ ഇത് തന്നെയായിരുന്നു അതിലും കാണിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചൊന്നും മാറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ റിപ്പോർട്ടറായിട്ട് മാറുകയാണ്. അപ്പോൾ പറഞ്ഞൊരു ബ്രേക്കിംഗ് ന്യൂസുണ്ട്. ഷാനവാസ് തന്നെ റിപ്പോർട്ടറായിട്ടും പറയുകയാണ്. വളരെ ചൂടുള്ള ഒരു ന്യൂസാണിത്. BB സീസൺ 7 ഈ ന്യൂസ് ഇപ്പോൾ പുറത്ത് കൊണ്ടുവരുന്നതെന്ന് ഷാനവാസ് പറഞ്ഞ്. BB ഹൗസിൽ ഒരു കണ്ടസ്റ്റൻസ് ഉണ്ട്, അനീഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. ഒരു സാധാരണക്കാരനെ പോലെ, പാവപ്പെട്ടവനെ പോലെ എല്ലാവരോടും അഭിനയിച്ച് എല്ലാവരെയും പറ്റിക്കുന്ന ഒരു വ്യക്തിയാണ്. PR വർക്ക് കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞ് ഒരു സാധാരണക്കാരനെ പോലെ നടക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ തന്നെ PR വർക്ക് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അനീഷ് എന്നുള്ള ഒരു വ്യക്തി ഈ BB ഹൗസിലുള്ളത്. അതിനുള്ള എല്ലാ തെളിവുകളും ഞങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞ് അതിനുള്ളൊരു സാക്ഷിയുണ്ട്. ആ സാക്ഷിയെ ഞങ്ങളിപ്പം ഞങ്ങളുടെ ഈ ന്യൂസിലൂടെ കാണിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കെന്നും പറഞ്ഞ് ഷാനവാസ് ആ ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. റിപ്പോർട്ടർ പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ള പറയുമെന്ന് പറയുമ്പോൾ ഷാനവാസ് തന്നെ അഭിനയിക്കുകയാണ് ആ ഒരു വ്യക്തിയായിട്ട്. അത് ഈ അനീഷിനെ എല്ലാം പഠിപ്പിച്ചത് ഞാനാണ്. മറ്റുള്ളവരോട് എങ്ങനെ സ്നേഹത്തോടെ ഇടപഴകണമെന്നും സുപ്രഭാതം പറയാനും കള്ളം പറയാനും എല്ലാവരെയും സ്നേഹിക്കാനും ഒക്കെ പഠിപ്പിച്ചത് ഈ ഞാനാണെന്ന് ഷാനവാസ് പറയുന്നു. ഇത്രയൊക്കെ സഹായം ചെയ്തിട്ടും എനിക്കൊരു പ്രതിഫലവും തന്നിട്ടില്ല, ഒരു പൈസ പോലും തന്നിട്ടില്ല. പിന്നെ ഈ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ ഇതിൻ്റെ ബാക്കി സത്യങ്ങൾ അറിയാവുന്ന 2 പെങ്ങളുകുട്ടികളും ഉണ്ട് എന്ന് ഷാനവാസ് പറഞ്ഞു. അപ്പോൾ അനീഷ് 2 കൈയും കൂപ്പിയിട്ട് നന്ദി പറയുന്നുണ്ട് ഷാനവാസിനോട്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.